എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ആശങ്കകൾക്ക് ഒടുവിൽ ഹമാസ് ഇസ്രായേൽ തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഏറ്റവും ഒടുക്കം ഇസ്രായേൽ ഹമാസിന് നേരെ ഗസയിൽ നടത്തിയ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ ചില അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും ഏറ്റവും ഒടുക്കം ഹമാസ് ഇസ്രായേൽ വരച്ച വരയിൽ വന്നിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹമാസ് കരാറിൽ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു വ്യവസ്ഥ ലംഘിച്ചാൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് മാറുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വളരെ വ്യക്തമാക്കിയിരുന്നു. ആരൊക്കെയാണെന്ന് ബന്ധികളാക്കിയിട്ടുള്ള ആളുകളെ ഹമാസ് പുറത്തേക്ക് വിടുന്നത് എന്ന കാര്യത്തിൽ തീരുമാനമാകാതെ വന്ന ഘട്ടത്തിലാണ്, അവർ പുറത്തേക്ക് പറഞ്ഞ ബന്ധികളുടെ പേരുകൾ പറയാതിരുന്ന ഘട്ടത്തിലാണ്, ആരൊക്കെയാണെന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ ഗസയിലേക്ക് വ്യോമാക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 5 പേര് കൊല്ലപ്പെടുകയും 20 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഈ അവസാന വട്ടമായിട്ടുള്ള ഈ വെടിനിർത്തൽ കരാറും പ്രാബല്യത്തിൽ വരില്ല എന്ന തരത്തിൽ ആകെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഒടുക്കം ഇസ്രായേലിൻ്റെ വാക്ക് പറഞ്ഞാൽ നടപ്പിലാക്കുന്ന ആളുകളാണ് ഇസ്രായേൽ എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഹമാസ് പുറത്തേക്ക് വിടാനുള്ള ഇന്ന് കൈമാറുന്ന 3 വനിതാ ബന്ധികളുടെ പേരുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഡോറോൺ സ്റ്റൈൻബ്രെച്ചർ, എമിലി ദമാരി, റോമി ഗോനിൻ എന്നിവരാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വിരാമമിട്ടുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായുള്ള ബന്ധി കൈമാറ്റത്തിൽ ഹമാസ് ആദ്യം മോചിപ്പിക്കുന്ന 3 വനിതകൾ. ഇവരെ റെഡ് ക്രോസിന് കൈമാറുമെന്നാണ് വിവരം. റെഡ് ക്രോസിൽ നിന്നും ഇവരെ ഇസ്രായേൽ സൈന്യം ഏറ്റുവാങ്ങും. തുടർന്ന് യുവതികളെ ടെലവീവിലെ ഷെബ മെഡിക്കൽ സെന്ററിൽ പരിശോധനയ്ക്ക് എത്തിക്കും. ഇങ്ങനെ ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 28-കാരിയായ എമിലി ദമാരി, 23-കാരിയായ റോമി ഗൊനൻ, 31-കാരനായ ഡോറൻ സ്റ്റെയിൻബ്രെച്ചർ എന്നിവരെ ബന്ദി വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കുമെന്നാണ് ഹമാസ് ഞായറാഴ്ച സ്ഥിരീകരിച്ചത്. ഈ സുരക്ഷാ തടവുകാരുടെ മോചനം, ഈ മാനുഷിക സഹായം, ഗസയിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് IDF അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ പിൻവലിക്കൽ എന്നിവയ്ക്ക് പകരമായി 33 ബന്ധികളെയാണ് ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലായ്പ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിലുൾപ്പെടെ ഹമാസിന് ലഭിക്കുന്ന ഒരു പിന്തുണയുണ്ട്. അവർ തീവ്രവാദികളല്ല, പോരാളികൾ എന്നാണ് ഇവരെ എല്ലായ്പ്പോഴും എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ എല്ലാ ഘട്ടങ്ങളിലും ഹ്യൂമൻ ഷീൽഡുകൾ, അതായത് ആളുകളെ മുൻനിർത്തിക്കൊണ്ട്, ആളുകളെ ബന്ധികളാക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ വിലപേശുന്ന ഹമാസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ചില ഡീറ്റെയിൽ വശങ്ങൾ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ സിവിലിയൻ ബന്ധികൾക്കും 30 ഫലസ്തീൻ തടവുകാരെയും, ഹമാസ് മോചിപ്പിക്കുന്ന ഓരോ ഇസ്രായേലി വനിതാ സൈനികർക്കും 50 ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കും എന്നാണ് കരാർ. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ബന്ധികളായിട്ടുള്ള ആളുകൾ സ്ത്രീകളും കുട്ടികളും പ്രായമായവർ, മുറിവേറ്റവർ എന്നിങ്ങനെയുള്ള പ്രാഥമിക പട്ടികയിലുള്ളവരാണെന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു നാട്ടിലേക്ക് അനധികൃതമായി കടന്നു കയറുന്നതിനായി ഇവർക്കുള്ള മോട്ടീവ് അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജൂതമതത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ജിഹാദി പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഐഡിയോളജിയുടെ ഭാഗം അത് ഇനാക്ട് ചെയ്യാനുള്ള, അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ഇസ്രായേലിലേക്ക് കടന്ന് ആക്രമിക്കുന്നു. അവിടെ നിന്ന് 1200-ലധികം ആളുകളെ കൊന്നു തള്ളുന്നു. 280-ലധികം വരുന്ന ആളുകളെ തടവിലാക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരു വെടിനിർത്തലിൻ്റെ ഭാഗമായി കുറച്ച് ആളുകളെ റിലീസ് ചെയ്യുന്നു. ഈ പറയപ്പെടുന്ന മിച്ചമുള്ള ബന്ധുക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ വരെ സംശയങ്ങളുണ്ട്. ഏതായാലും 33 പേരെ കൈമാറാം എന്ന ധാരണയായിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇവർ ചെയ്തത്? ഇതിൽ പ്രധാനമായി വരുന്ന മറ്റ് ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. ആരാണ് യുദ്ധത്തിൽ ജയിച്ചത് എന്നുള്ള ചോദ്യം. ഈ യുദ്ധത്തിൽ ജയിച്ചത് ആരോ തോറ്റത് ആരോ എന്നതിനേക്കാൾ ഉപരിയായി ഒരു സമാധാനം മിഡിൽ ഈസ്റ്റിൽ ഒരു 10-45 ദിവസത്തേക്കിനാണെങ്കിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മനുഷ്യസ്നേഹികളായ ആളുകൾ പറയുന്നത്. എന്നാൽ ഇവിടുത്തെ മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ട് ഇസ്രായേൽ പേടിച്ച് വിറച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ ബെഞ്ചമിൻ നെതന്യാഹു മലയാളത്തിലുള്ള റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ട് ഹമാസിനോട് സന്ധി ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ പടച്ചുവിടുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യാൻ അവർക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. കാരണം അവർക്ക് 68-70 മില്യൺ ഡോളേഴ്സാണ് ഈ യുദ്ധത്തിന് മേൽ മാത്രമായി ചിലവാക്കുന്നത്. ആ നാട്ടിലെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള പണമാണ് ഇങ്ങനെ ചിലവാക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരൻ എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് 1 മുതൽ അത് 10 ആയാലും 100 ആയാലും അവർക്ക് പൗരന്മാർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ
മറ്റുള്ള രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്യാൻ പോകുന്നതിനേക്കാൾ അവർ പ്രാധാന്യത്തോടെ കരുതുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുക എന്നുള്ളതാണ്. എന്നാൽ 2023 ഒക്ടോബർ 7 അവർക്ക് വലിയ രീതിയിലുള്ളൊരു ഇൻ്റലിജൻസ് വീഴ്ച വരികയും ഹമാസിൻ്റെ തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇടിച്ചു കയറുകയും ഇത് വലിയ രീതിയിലുള്ള വീഴ്ച അത് ഇസ്രായേലിന് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുക്കം ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ അത് കരമാർഗവും വ്യോമമാർഗവും അടക്കമുള്ള മേഖലകളിലൂടെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണങ്ങളിൽ സത്യത്തിൽ ഹമാസ് ഇല്ലാതെയാവുകയാവുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഹിസ്ബുള്ള തീർന്നു, ഹമാസ് തീർന്നു. അവരുടെ കാര്യത്തിലൊക്കെ തീരുമാനമായി. കൃത്യമായ നേതൃത്വമോ സായുധബലമോ ആൾബലമോ ഒരു നേരത്തെ ശക്തമായി ഉണ്ടായിരുന്ന ഇറാൻ്റെ പിൻബലമോ ഒന്നും അവർക്ക് ഇപ്പോൾ ലഭ്യമാകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആര് ജയിച്ചു എന്നൊരു ചോദ്യം കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തുലാസിൽ വെച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തിരിച്ചറിയുന്നില്ല. എന്നാൽ അതേ അവസരത്തിൽ ഇതിനകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി അവർ പറഞ്ഞിരുന്നതാണ് ഹമാസിനെയും ഹിസ്ബുള്ളയും തീർക്കുമെന്ന്. ഹിസ്ബുള്ളയുടെ അഡ്രസ്സ് പോലും ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തോൽവി ജയമൊക്കെ ആരാണെന്ന് നിങ്ങളുടെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുക. എന്നാലും ഇസ്രായേൽ റുമേനിയൻ പൗരയായ ഡോറോൻ ആണ് റിലീസാവുന്ന ആദ്യത്തെ ആൾ. വെറ്റിനറി നേഴ്സായിരുന്നു ഇവരെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. റോമി ഗനൻ എന്ന ബന്ധി നോവ സംഗീത നിശയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഹമാസ് ബന്ധിയാക്കുന്നത്. ആക്രമണത്തിനിടയിൽ ഇവരുടെ കാലിനും കൈക്കും വെടിയേറ്റിട്ടുണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ 2 സുഹൃത്തുക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരാളായിരുന്നു ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള എമിലിയ. ഫാഡസിലെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഹമാസ് ബന്ധിയാക്കുന്നത്. ഇവിടെ താമസിച്ച 37 പേരെ ഹമാസ് പിടികൂടിക്കൊണ്ടുവരുന്നു. ഈ ബന്ദികളിൽ തന്നെ ഏക ബ്രിട്ടീഷ് പൗരയാണ് എമിലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഗാസ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ആദ്യ ബന്ദി മോചനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയുണ്ടായ അനിശ്ചിതത്വം വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നെങ്കിലും ഏറ്റവും ഒടുക്കം ഇസ്രായേൽ പറഞ്ഞതനുസരിച്ച് മോചിപ്പിക്കുന്ന ബന്ദികളുടെ 3 ബന്ദികൾ ആരൊക്കെയാണെന്ന് ഹമാസ് വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവരുടെ കരാറിനെ അംഗീകരിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമാധാനത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾ തന്നെയായിരിക്കും. എല്ലാ യുദ്ധങ്ങളിലും ആര് ജയിച്ചു ആര് തോറ്റു എന്നതിനേക്കാൾ ഉപരിയായി ആർക്കാണ് നേട്ടമുണ്ടായത്, ഹമാസ് എന്തിനാണ് ആക്രമിച്ചത്, അവരെ ഇസ്രായേലിനെ തീർക്കാനാണ് ആക്രമിച്ചത്, അവരുടെ മോട്ടീവ് എന്തായിരുന്നു, ജൂതരാഷ്ട്രത്തെ ഇല്ലാതാക്കുക. ഇവർക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ ഊർജ്ജവും ഉപ്പും അത് ചെയ്യാനുള്ള അവരുടെ ഐഡിയോളജി ലഭിച്ചത്? അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി അവർക്ക് ലഭിച്ചതാണ്. ഇതിൽ അവരെന്തു നേടി? അവരൊന്നും നേടിയില്ല. കുറേയധികം ആളുകളെ കൊന്നുതള്ളാൻ ഇവർക്ക് സാധിച്ചു. നിരപരാധികളായ സാധാരണക്കാരായ ആളുകളെ കൊന്നുതള്ളാനും കുറേയധികം ജൂതന്മാരെ വധിക്കാനും ഇവർക്ക് സാധിച്ചു. പ്രത്യാക്രമണത്തിൻ്റെ ഭാഗമായി ഏകദേശം 40,000-ഓളം വരുന്ന ആളുകളെ ഇവർക്ക് കൊന്നുതള്ളി. ഫലസ്തീനും ഗസയും അടക്കമുള്ള പ്രദേശങ്ങൾ സത്യത്തിൽ കോൺക്രീറ്റ് കട്ടകൾ മാത്രമുള്ള കുറച്ച് മരുഭൂമികൾ മാത്രം ആക്കി മാറ്റാൻ ഹമാസിന് സാധിച്ചു. എന്തായാലും ഹമാസിൻ്റെ ആളുകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഹമാസ് അനുകൂലികളൊക്കെ തന്നെ വലിയ ആഘോഷത്തിലാണ്. ഇസ്രായേൽ തോറ്റുമടങ്ങിയേ എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ പരിതാപകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. മനുഷ്യത്വമുള്ള ഒരു വ്യക്തിക്കും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. എന്തായാലും വെടിനിർത്തൽ ആശ്വാസമാണ്. പുഞ്ചിരിക്കുന്നവർ ധാരാളമുണ്ട്. ആശ്വാസത്തിൻ്റെ വാർത്തകൾ ഇനി അവിടെ നിന്നും ലഭ്യമാകട്ടെ.